എൻ്റെ എല്ലാ കേൾവിക്കാർക്കും സുപ്രഭാതം നേരുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ മേശപ്പുറത്ത് ഒരു കവിതയുടെ 2 വരികൾ എഴുതി വച്ചിട്ടുണ്ട്. ആ 2 വരികൾ എല്ലാ ദിവസവും താൻ വായിക്കും. The woods are lovely, dark and deep, but I have promised to keep and miles to go before I sleep. കാനനം മനോഹരമാണ്, അന്ധകാര നിബിഡവുമാണ്. പക്ഷെ ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് കുറേ കാലം യാത്ര ചെയ്യുവാനുണ്ട്. സത്യത്തിൽ ജവഹർലാൽ നെഹ്റുവിനെ ജീവിതാന്ത്യം വരെ തളരാതെ സ്ഥിരോത്സാഹത്തോട് പ്രവർത്തിക്കുവാൻ ഈ കവിതാ ഭാഗം എപ്പോഴും പ്രചോദനം ചെയ്തുകൊണ്ടിരുന്നു. സൃഷ്ടികർത്താവ് ഓരോ സൃഷ്ടികർമ്മം നടത്തുമ്പോഴും തൻ്റെ സൃഷ്ടികൾ ചില അതുല്യതകൾ നിറയ്ക്കാറുണ്ട്. അതിന് വിശുദ്ധ വചനം വിളിക്കുന്നത് താലന്തുകൾ എന്നാണ്. ലഭ്യമായ താലന്തുകളെ തക്കതായ സമയത്ത് പ്രോജ്വലിപ്പിച്ച് ഉന്നതി വരിക്കുവാനുള്ള സാഹചര്യങ്ങളും ദൈവം ഓരോ സൃഷ്ടിയിലും നിറച്ചിരിക്കുന്നു. എന്നാൽ ആ താലന്തുകളെ തല്ലി തകർക്കുവാൻ ചില ബാഹ്യ സാഹചര്യങ്ങൾ സ്വയമേയോ അല്ലാതെയോ സൃഷ്ടിക്കപ്പെടും. ആ സന്ദർഭം സ്വയം മനസ്സിലാക്കി നിരുത്സാഹപ്പെടുത്തുന്ന സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ ഓരോ സൃഷ്ടിയും പഠിക്കണം. സ്വയം ആഗ്രഹിക്കുന്നവന് മാത്രമേ ഉന്നതിയുടെ പടവുകൾ ചവിട്ടുവാൻ കഴിയൂ. അവനു മാത്രമേ സ്വപ്ന സാക്ഷാത്കാരം നേടാൻ കഴിയൂ. APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകൾ എത്രമാത്രം പ്രസക്തമാണ്. സ്ഥിരോത്സാഹം കൂടാതെ ഒരു വ്യക്തിക്ക് ജീവിത അഭിവൃദ്ധി സാധ്യമല്ല. ഈ പ്രസ്താവന വ്യക്തികൾക്കും സമൂഹത്തിനും രാജ്യത്തിനും ബാധകമാണ്. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം തകർന്നടിഞ്ഞ ജപ്പാൻ അതിൻ്റെ ഇന്നത്തെ അവസ്ഥ ലോക ജനതയെ പുളകം ചാർത്തുന്നതാണ്. സാമ്പത്തിക ഭദ്രതയിലും വ്യാവസായിക വികസനത്തിലും സാങ്കേതിക ജ്ഞാനത്തിലും മനുഷ്യത്വപരമായ പ്രവൃത്തിയിലും ഇന്ന് ലോകരാഷ്ട്രത്തിന് ജപ്പാൻ മാതൃകയാണ്. അതിന് ഏക കാരണം ജപ്പാൻ ജനതയുടെ സ്ഥിരോത്സാഹത്തോടു കൂടിയ പ്രവർത്തനവും പോസിറ്റീവായ ചിന്തയുമാണ്. ക്രിസ്തുനാഥൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു വചനമുണ്ട്. അവൻ എല്ലാം നല്ലതായി ചെയ്തു. എല്ലാം നല്ലതായി ചെയ്യുവാൻ മനുഷ്യന് ആവശ്യം അലസത കൂടാത്ത ജീവിത ശൈലിയാണ്. ദൈവം മനുഷ്യന് നൽകുന്ന ഓരോ നിമിഷങ്ങളും ദൈവത്തിൻ്റെ ആവനാഴിയിലെ അനുഗ്രഹങ്ങളാണ്. അത് യുക്തമായി ഉപയോഗിക്കുന്നവനാണ് ബുദ്ധിമാൻ. ദൈവം ഈ പ്രഭാതത്തിൽ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ശുഭദിനം. നന്ദി.